സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ AICC പ്രസിഡന്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, കേരളത്തില് പിന്നെ മുഖ്യമന്ത്രി വേഷം കെട്ടിയ കുറെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഒക്കെ പറയുന്നിരിക്കുകയാണ്, ആദ്യം നിങ്ങൾ വിജയിച്ചു വരൂ. ആരെയും മുഖ്യമന്ത്രിയായിട്ട് പരിഗണിച്ചിട്ടില്ല ഇതുവരെ. മുഖ്യമന്ത്രി വരെ ഇന്നാർക്ക് കൊടുക്കാന്ന് ആർക്കും വാഗ്ദാനവും ചെയ്തിട്ടില്ല. കഠിനമായി പരിശ്രമിച്ച് പാർട്ടിയെ അധികാരത്തിലെത്തിക്കൂ, അല്ലെങ്കിൽ മുന്നണിയെ UDFനെ അധികാരത്തിലെത്തിക്കൂ എന്നാണ് കോൺഗ്രസ്സുകാർക്ക് പറയുന്നത്. കോൺഗ്രസ്സുകാരിൽ കുറേ ആൾക്കാർ കുപ്പായം തുന്നി വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. എനിക്ക് മുഖ്യമന്ത്രിയാണ്, എനിക്ക് മുഖ്യമന്ത്രി. അങ്ങനെ ഒരുത്തനും മുഖ്യമന്ത്രിയാകാനുള്ള ഓഫറുകൾ ആരും കൊടുക്കരുത്. കാരണം ഇവരെല്ലാം ഒരു സൈസ് സ്വപ്ന ജീവികളാണ്. ഇപ്പോൾ കേരളത്തിലാകെ 140 സീറ്റാണുള്ളത്. ഈ 140 സീറ്റിൽ കഴിഞ്ഞും വീണ്ടും കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാരുണ്ട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഈ 140 സീറ്റ് കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരോടും പറയാനുള്ള, ഒരു മനുഷ്യരോടും പ്രത്യേകമായി ഇന്നാരും മുഖ്യമന്ത്രിയാവണമെന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് പൊങ്ങും. പിന്നെ ഈ പരിശ്രമിക്കാനാ, നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാനാ ഒന്നും ഉള്ളതില്ല, തലക്കനം ഉണ്ടാവും. അങ്ങനെ തലക്കനം ഉണ്ടാവുന്നവന്മാരിവിടെ ഉണ്ട്. രമേശ് ചെന്നിത്തല ആയിരുന്നാലും ശരി, VD സതീശനായിരുന്നാലും ഇപ്പൊ അവരാണ് കുപ്പായം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും വാഗ്ദാനം കൊടുക്കരുത്. അവര് ഉള്ള മോഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കണം. കാരണം നിങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷൻ ചെയ്യുന്നത്, അതിനു മുമ്പും അങ്ങനെ തന്നെ. നിങ്ങളൊക്കെ തോറ്റില്ലേ? അപ്പൊ തോപ്പിക്കും ജനങ്ങൾ. നിങ്ങൾ നല്ലവരല്ലെങ്കിൽ. നിങ്ങൾ അവനവന്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പടവെട്ടാൻ ഇറങ്ങുക. അല്ലാതെ നിങ്ങളൊന്നും സൗരയൂഥത്തിൽ പോയതുപോലെ ആകാശത്ത് കയറി ഇരുന്നിട്ട് ഇതെല്ലാം പ്രജകളാണെന്നുള്ള രീതിയിൽ വോട്ട് തരണമെന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല, ആരും ജയിക്കാനില്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ബുദ്ധി ഇത്തിരി കൂടുതലാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനും റേഷനും കിറ്റും അതും ഇതും ഒക്കെ കൊടുത്ത് ജനങ്ങളെ പാട്ടിലാക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നാളില്ലാത്ത കിറ്റുകളും ശമ്പള കുടിശ്ശിക അത് ഇതൊക്കെ കൊടുക്കും. പക്ഷെ എന്നാലും ശരി, കൊടുക്കുന്നത് നല്ലതാണ്. ജനങ്ങൾക്ക് എന്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൈക്കൂലി ആവരുത്. അത് സ്ഥിരമായിട്ട് ആ സ്നേഹവും അവരോടുള്ള ആത്മാർത്ഥതയും എപ്പോഴും ഉണ്ടാവണം. എന്തായാലും ശരി, UDF വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് കൊടുക്കും, കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, കേരളത്തിൽ ആകെ 140 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥികളാകാൻ 280 പേരുണ്ട്. അതും കുറവാണ്. 280 എന്ന് പറയുന്നത് അതിലും കൂടുതലേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നിൽക്കാനും എല്ലാവർക്കും ജയിക്കാനും ഒക്കില്ല. അപ്പൊ ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്, ഈ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് അധികാരത്തിലെത്തുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ MLA ആവണമെന്ന് തന്നെ ഒന്നുമില്ല. അധികാരമോഹം തൽക്കാലത്തേക്ക് വെടിയുക, എങ്ങനെയെങ്കിലും നമ്മളെ പാർട്ടി അല്ലെങ്കിൽ നമ്മളെ മുന്നണി അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുക. അതാണ് UDFകാർ ചെയ്യുന്നത്. കാരണം LDF എന്ന് പറയുന്നത് ഇപ്പോൾ 10 വർഷമായിട്ട് കേരളം ഭരിക്കുകയാണ്. അത് ക്ഷയിച്ചു തുടങ്ങി. LDF ക്ഷയിക്കരുതെന്നാണ് എന്നെ പോലുള്ള UDFന്റെ ഭാഗത്ത് നിന്നാൽ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം LDF ക്ഷയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം BJPക്കാർക്ക്. അപ്പൊ ഇനിയും LDF വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് BJPക്കാർ, സംഘപരിവാറുകാർ അത് ആഗ്രഹിക്കുന്നു. കാരണം എങ്ങനെയും നാറ്റിച്ച് BJPക്ക് വളരുക, ഇവർക്ക് വളക്കൂറുള്ള മണ്ണാക്കി രൂപപ്പെടുത്തിയിട്ട് പിണറായി വിജയന് മാറണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഉണ്ടാകരുത്. ജനങ്ങൾ ചിന്തിക്കണം. കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്, ഏതെല്ലാം തരത്തിലാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ സംഘപരിവാറുകാർ ഉണ്ടാക്കും. മനുഷ്യനായിട്ട് ഇറങ്ങി നമുക്ക് റോഡിൽ നടക്കാനോ ജീവിക്കാനോ കഴിയില്ല. അവർ പറയുന്ന നിട്ടൂരം അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. UDF ജയിക്കാൻ വേണ്ടി LDFകാരും വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ക്ഷയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കണം കേരളത്തിൽ. മാർക്സിസ്റ്റ് പാർട്ടി, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള, BJPക്കാരല്ല. അപ്പോൾ അത് നിലനിൽക്കണം. അത് നിലനിന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇവിടെ മതവർഗീയ സംഘടനയാണ് ഇവര്. അതും തീവ്രവാദികളാണ്. അവരും രാജ്യദ്രോഹികള്. അതായത് RSSും ബജറംഗ് ദളും ശ്രീരാമസേന അങ്ങനെയുള്ള കൂട്ടിക്കുഴച്ച സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ അധികാരത്തിൽ വന്നുള്ള കാര്യം അറിയാൻ. ഇപ്പൊ തന്നെ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വലിയ പൈസ ഉള്ളവനാണ്. ഏഷ്യാനെറ്റ് ചാനലിന്റെ ഉടമയാണ്. വലിയ ബിസിനസ് ഉണ്ട്. എന്നിട്ടും
ജനങ്ങളെ പറ്റിച്ച് ഒരു 500 കോടി രൂപയുടെ ഭൂമി കുംഭകോണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അയാൾ രാജിവെക്കുന്നില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. മിക്കവാറും രാജിവെക്കാൻ സാധ്യതയില്ല. കാര്യം ഇലക്ഷനിലെങ്കിൽ പൊളിഞ്ഞു പോകും. പിന്നെ ഇനി രാജിവെച്ച് ഇനി വേറെ പുതിയ ആളിനെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യമാണ്. പക്ഷെ അവരുടെ കാര്യമാണെങ്കിലും നിയമത്തിന്റെ പിന്നെ കീഴിൽ കൊണ്ടുവന്ന് അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ ശിക്ഷിക്കപ്പെടണം. നിയമത്തിന് ആരും അതീതരാകരുത്. അത് കോൺഗ്രസ്സുകാരനാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, മുസ്ലിം ലീഗുകാരനാവട്ടെ, അല്ലെങ്കിൽ BJP-കാരനാവട്ടെ, ആരെയും വെറുതെ വിടരുത്. ജനങ്ങളെ പറ്റിച്ച് അങ്ങനെ നീയൊന്നും കാശുണ്ടാക്കണ്ട. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന്. ജനങ്ങളുടെ ക്ഷേമം മാത്രമല്ല പറയുന്നത്, അങ്ങനെയാണെങ്കിലും സ്വന്തം താല്പര്യം നടക്കുന്നതോടൊപ്പം കൂടുതലായിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. അതാണ് അന്തസ്സും അഭിമാനവും ആണത്വം ഉള്ളത്. അതായത് തന്തയ്ക്ക് പിറന്നോ നല്ല കുടുംബത്തിൽ പിറന്നവരെ നോക്കി നിങ്ങളെ സെലക്ട് ചെയ്യുക. അതായത് പണം ഉണ്ടാക്കണമെന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടരുത്. സാധാരണ മനുഷ്യരോടൊപ്പം നിൽക്കുന്നവര്, ഇതാ ഷാഫി പറമ്പില്, രാഹുൽ മാങ്കൂട്ടം, ശ്രീകണ്ഠൻ, അങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ഫിറോസ്, അങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരുണ്ട്. അവരുടെ പിന്നെ നേതൃത്വത്തിൽ പിന്നെ പുതിയ നമ്മുടെ പിന്നെ DCC പ്രസിഡന്റ്, നമ്മുടെ മലപ്പുറത്തെ DCC പ്രസിഡന്റ്, അങ്ങനെ കുറെ പേരുണ്ട്. അവരെല്ലാം നല്ല ചെറുപ്പക്കാരായ ഒരു സംഘം UDF-ൽ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അവരെ താഴ്ത്തിക്കെട്ടാനും അവരെ ഇടിച്ചു താഴ്ക്കാനും വേണ്ടി പല പരിപാടികളും CPM-ന്റെ നേതൃത്വം നടക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വളരെയധികം കഠിനമായി ശ്രമിച്ച് നിങ്ങൾ UDF-നെ അധികാരത്തിൽ കയറ്റണമെന്ന് എനിക്ക് പറയാനുള്ളത്. UDF അധികാരത്തിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് സംഘപരിവാർ ശക്തി ഇവിടെ ശക്തി ആർജിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരായ മനുഷ്യന്മാര് മനസ്സിലാക്കാനുള്ളത്, നിങ്ങളുടെ സ്ഥാനമോഹത്വമല്ല, തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. സ്ഥാനമോഹികളാകരുത്. തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും പാർട്ടി അധികാരത്തിൽ വെച്ചാൽ അതിൻ്റെതായ ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക. അല്ല എനിക്ക് MLA ആവണം, എനിക്ക് കോർപ്പറേഷൻ വേണം, എനിക്ക് മറ്റത് വേണം, മറിച്ച് വേണമെന്ന് പറഞ്ഞ് ഇപ്പോഴേ ബഹളം ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, അധികാരവും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകരുത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രമിച്ച് ഘടകകക്ഷികൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത് കണ്ട, കേരള കോൺഗ്രസിന് കൊടുത്ത സീറ്റുകൾ എങ്ങനെയായിരുന്നു കണ്ട, അതേപോലെ ആ ജോസ് കെ മാണിയെ ചാടിച്ചു വിട്ടത് കുറെ അച്ചായന്മാരാണ് ഇവിടെ കോട്ടയം ജില്ലയിലെ കോട്ടയം ഇടുക്കി ജില്ലയിലെ കുറെ അച്ചായന്മാരാണ് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് അധികാരം ഇല്ലെങ്കിൽ അവന്മാർ UDF അധികാരത്തിൽ കയറണ്ട. അങ്ങനെയാണ് ഈ ജോസ് കെ മാണി മറ്റതിൽ പോയത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോ ഇവരെല്ലാം ഒന്നിച്ചിരുന്നാണ്, ജോസ് കെ മാണിയും PJ ജോസഫും എല്ലാം ഒന്നിച്ചിരുന്ന് നല്ലതായിട്ട് പോവുകയായിരുന്നു. വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, കഴിഞ്ഞാൽ തോറ്റ വേണ്ട. അപ്പൊ അങ്ങനെ വരരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്ന, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിച്ച് അങ്ങനെ ഒരു അജണ്ട പിന്നെ സംഘപരിവാറുകാർ വേറെ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കണ്ട് UDF-ന് വേണ്ടി പരിശ്രമിച്ച് ഘടകകക്ഷികളോട് വിട്ടുവീഴ്ച ചെയ്ത് അവർക്കെല്ലാം അവരെ തൃപ്തിപ്പെടുത്തുന്ന വിധം സീറ്റുകൾ കൊടുക്കണം. അപ്പൊ കോൺഗ്രസ്സുകാർ ഇപ്പൊ UDF അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിൽ വന്നത്. വരുന്ന സമയത്തെല്ലാം കോൺഗ്രസ് തന്നെയാണ് മുഖ്യമന്ത്രി. ആര് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞു രണ്ടാം കക്ഷി മുസ്ലിം ലീഗോ വേറെ ഏതെങ്കിലും പാർട്ടികളോ വന്നിട്ടില്ല. പക്ഷെ പണ്ട് കാലത്ത് കോൺഗ്രസ് കക്ഷി വലുതായിരുന്നാൽ പോലും CPI-ക്ക് UDF-കാർ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അന്തസ് കാണിക്കുന്നവരാണ് UDF-കാർ. അപ്പൊ CPI-ക്ക് അതറിയാം. CPI ഏറ്റവും കൂടുതൽ വളർന്ന കാലഘട്ടവും CPI-ക്ക് ഇന്ത്യ മൊത്തം സ്വീകാര്യം ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ കോൺഗ്രസിന്റെ കൂടെ നിന്ന കാലഘട്ടത്തിലാണ്. ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി CPI ആയിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് CPI-യോടും പറയാനുള്ളത്. എങ്ങനെയായിരുന്നാലും ശരി, കോൺഗ്രസ് തൽക്കാലത്തേക്ക് മാർക്സിസ്റ്റുകാർ, DYFI-ക്കാരെന്നാലും SFI-ക്കാരും എല്ലാം നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തൽക്കാലത്തേക്ക് ഈ പ്രാവശ്യം വോട്ട് ചെയ്തത് കഴിയുന്നത്ര പ്രവർത്തിക്കുന്നെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ UDF-ന് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. കാരണം തൽക്കാലം ഒരു 5 വർഷത്തേക്ക് പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുമെന്നാണ്. അധികാരം ദുഷിപ്പിക്കാൻ പാടില്ല. കാര്യം 5 വർഷം വീതം ഭരിക്കണം UDF ആയാലും LDF ആയാലും. അതാണ് നല്ലത്. അങ്ങനെ തന്നെ വേണം. എങ്കിലേ ഈ ക്രിസംഖികളെയും പിന്നെ സംഘപരിവാർ ശക്തികളെയും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കൊള്ളൂ. ക്രിസംഖികളും സംഘികളും അധികാരത്തിൽ വന്നുള്ള ആ കാര്യം അറിയാനല്ല, പലതും നമ്മൾ പഠിക്കേണ്ടി വരും സ്കൂളിലും കോളേജിലും ഒക്കെ. മഹാത്മാഗാന്ധി ചിലപ്പോ ഗോഡ്സെ ആവും, ഗോഡ്സെ ചിലപ്പോൾ മഹാത്മാഗാന്ധി ആവും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് വേണം ഗോഡ്സെ എന്ന് നമ്മളമാർ എഴുതി വെക്കും, അല്ലെങ്കിൽ ഗോൾവാക്കർ എന്ന് എഴുതി വെക്കും. അപ്പൊ ഇംഗ്ലീഷുകാർ ചെരുപ്പ് നക്കികളായ നക്കി തിന്ന കൂട്ടിക്കൊടുപ്പുകാരായ അവരെയൊക്കെ നമ്മൾ
വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ നമ്മളതെല്ലാം അവർ വിഴുങ്ങേണ്ടി വരും, നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരവസ്ഥ നമുക്ക് വന്നു ചേരാതിരിക്കണമെങ്കിൽ തൽക്കാലത്തേക്ക് UDF അധികാരത്തിൽ കയറ്റണമെന്നാണ് എനിക്ക് കേരളത്തിലെ സംസ്കാര സമ്പന്നരോടും ജനാധിപത്യ വിശ്വാസികളോടും പിന്നെ മതേതര വിശ്വാസികളോടും പറയാനുള്ളത്. കാരണം തൽക്കാലം 5 വർഷം LDF ഭരിക്കണ്ട. ഭരിച്ചാൽ അത് ദുഷിച്ചു പോകും, ഇനിയും ദുഷിച്ചു പോകും. കാരണം പിണറായി വിജയന്റെ ചില താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യമാണ്. ഇപ്പൊ കണ്ടില്ലേ പാഠ്യവിഷയം PM ശ്രീ എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയും കൊണ്ട് മോഡി കൂട്ടൻ വന്നില്ലേ. 3ാം ക്ലാസ് തൊട്ട് അവരെ പിന്നെ പഠിപ്പിക്കുക, കളിച്ച് ഇഴഞ്ഞു കിടക്കുന്ന പ്രായത്തിൽ ആ കുട്ടികളെ പഠിപ്പിക്കുക. എന്താണ് തെണ്ടിത്തരം? എന്നിട്ട് ഈ 6 വയസ്സ് കഴിയുമ്പോൾ അവരെ പിന്നെ ജോലിയോടുകൂടിയുള്ള വിദ്യാഭ്യാസം. പിന്നെ അവൻ പഠിക്കരുത്, പഠിച്ച് അവന്റെ ബുദ്ധി വികസിച്ച് അവൻ വലിയ ആളാകരുത്. അതായത് പാവപ്പെട്ടവനായി കൂലിപ്പണി ചെയ്യണം. എന്തെങ്കിലും കൂലിപ്പണി ഉള്ള ഇതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസത്തോടും ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂലിപ്പണിയാണ്. മരപ്പണിയാ, മറ്റേ AC യുടെ പണിയാ, മെക്കാനിക്കാ, മറ്റേതാ മറിച്ച. IAS കാരനും IPS കാരനും ഇവിടെ പിന്നെ അഡ്മിനിസ്ട്രേഷനിലും പിന്നെ ന്യായാധിപന്മാരും ഒന്നും പാവപ്പെട്ടവരാകരുത്. അവരുടെ അജണ്ട എങ്ങനെയാണ് RSS നടപ്പാക്കുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പിന്നെ മോഡിയുടെ PM ശ്രീ പദ്ധതി. അപ്പൊ ഇതൊന്നും നമ്മൾ നടപ്പാക്കാതിരിക്കണമെങ്കിൽ തൽക്കാലം ഇവിടെ ഘടകകക്ഷികൾ പോലും അറിയാതെ പിണറായി വിജയൻ അവിടെ പോയി ഒപ്പിട്ടതാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ശിവൻകുട്ടി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആയിരുന്നാലും ഞാൻ പറയണം, കാര്യം നേമത്ത് നിൽക്കുന്നെങ്കിൽ എല്ലാവരും ശിവൻകുട്ടിയെ ജയിപ്പിക്കണം. കാരണം അവിടെ സംഘപരിവാറുകാർ ജയിക്കരുത്. അപ്പൊ ശിവൻകുട്ടിയെ ജയിപ്പിക്കണം. ആര് ജയിച്ചില്ലെങ്കിലും ശിവൻകുട്ടി ജയിക്കണം. സംഘപരിവാറിനെതിരെയും ക്രിസംഖ്യൽക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മനുഷ്യനാണ്. അപ്പൊ ഈ പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വല്പമെങ്കിലും ഭയന്ന് കഴിയുന്നത്. ഇല്ലെങ്കിൽ പിണറായി വിജയനെ വെട്ടി വെയിലത്ത് വയ്ക്കേണ്ട പിന്നെ ആംബിയറുള്ള ഒരു വ്യക്തിയാണ് ശിവൻകുട്ടി. എന്നാലും ശരി, UDF അധികാരത്തിൽ വരണമെന്നാണ് സാധാരണ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ സാധാരണ ജനങ്ങളെ ആഗ്രഹങ്ങള് നിങ്ങൾ കുറെ നേതാക്കന്മാരിറങ്ങി കോൺഗ്രസിന്റെയാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരിറങ്ങി നശിപ്പിക്കരുത്, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് എന്നാ ഇത് വേണ്ട എന്ന് വിചാരിക്കുന്ന കുറെ എണ്ണമുണ്ട്. കുറെ അച്ഛന്മാരായിരുന്നാലും അല്ലാത്തവന്മാരും ഉണ്ട്. അവരെയൊക്കെ നിലത്ത് നിൽക്കണം. അവനായിരുന്നാലും ശരി, അവനെ അപ്പോഴേ വെട്ടി വെയിലത്ത് വയ്ക്കണം. അവനെ എടുത്തു കളയണം പാർട്ടിയിൽ നിന്ന്. ഇവിടെ പിന്നെ 13 വയസ്സായ ഒരു കുട്ടിയെ തലയെ തൊട്ടമിട്ടെന്നും പറഞ്ഞ് ഒരു പിശാച് പിന്നെ ഒരു കന്യാസ്ത്രീ ഇറങ്ങി എന്തൊക്കെ പ്രശ്നം ഉണ്ടായി, വിഭാഗിത ഉണ്ടാക്കിയില്ലേ? അവരൊക്കെ UDF വോട്ട് ചെയ്യും? ഇല്ല. കാരണം അവിടെ ഓടിയെത്തി ആര്? ഷോൺ ജോർജ്, ചെറ്റ ജോർജിന്റെ മോൻ. അവൻ ഓടിയെത്തിയിട്ട് എന്ത് സഹായം കൊടുക്കുമെന്ന് ആ തള്ള വിളിച്ചു പറഞ്ഞ കേട്ടാ. കന്യാ പിന്നെ ശരീരം വസ്ത്രം മൂടിയ കന്യാസ്ത്രീ വസ്ത്രമണിഞ്ഞ സ്ത്രീ വിളിച്ചു പറഞ്ഞ കേട്ടാ. എന്ത് പിന്നെ ഓടിയെത്തിയ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് ഷോൺ ജോർജ് എല്ലാ സഹായവും വാഗ്ദാനം. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ നേടുന്നവരാണ് ഇവരെ പോലുള്ളവർ, ക്രിസംഖ്യകൾ. അവരെ വോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട, അവർ വോട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് അവരെയൊക്കെ നിലനിർത്തണം. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞാൽ അവനെ അപ്പോഴേ തൂക്കിയെടുത്ത് വിളിക്കണം. അതുപോലെ ശശി തരൂരിനെ കേരളത്തിലുള്ള ജനങ്ങള്, കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം വളരെ ബഹുമാന പുരസ്സരമാണ് പിന്നെ കണ്ടിരുന്നത്. ഞാനും അതുപോലെ തന്നെയാണ്. നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നല്ല ഒരു മനുഷ്യനാണെന്നാണ്. പക്ഷെ ചെറ്റത്തരം കാണിക്കുന്നുണ്ട് ശശി തരൂരിന്റെ മുഖ്യമന്ത്രി കുപ്പായാണ് ഈ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കാരണം ശശി തരൂർ ആവശ്യത്തിനും അനാവശ്യത്തിനും മോഡിയെ കൂടെ അങ്ങ് താങ്ങുന്നുണ്ട്. മോഡി ആരാണ്? മോഡി എന്ന് പറഞ്ഞാൽ ഈ ലോകം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു പ്രൈം മിനിസ്റ്ററാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ യാതൊരു യോഗ്യതയില്ലാത്ത മനുഷ്യനാണ്. അയാൾ RSSന്റെ തികഞ്ഞ ഒരു മനുഷ്യൻ. അങ്ങനെ ആവാൻ പാടില്ല. പള്ളി പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയ മനുഷ്യനാണ്. അത് അവന്റെ പണിയാണ്? ഈ മോഡിയുടെ പണിയാണ് അത്? ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നെങ്കിൽ അവിടെ ക്ഷേത്രത്തിൽ പൂജാരിമാരും മറ്റവരും മറിച്ചവരും ഉണ്ട്. അവർ പോയി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രധാനമന്ത്രി, ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും ചർച്ച ഉദ്ഘാടനം ചെയ്യാനും പോകാൻ പാടില്ല. അതെന്ന് പറയുന്നത് നിഷ്പക്ഷനായിരിക്കണം. ജാതിയുടെ കാര്യത്തിൽ ജാതി ഏത് വായിക്കേണ്ട പോട്ട്. നമ്മൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യ ഉയർത്തിപ്പിടിച്ച മതേതരത്വം സംരക്ഷിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകണം. അങ്ങനെയുള്ള ചെറ്റ ആൾക്കാരെ മുഖ്യമന്ത്രിയാക്കരുത്, പ്രൈം മിനിസ്റ്റർ ആക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ച് UDF അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഇവിടെയുള്ള സംസ്കാര സമ്പന്ന കേരളീയരെല്ലാം ഒരു 5 വർഷത്തേക്ക് LDF അകറ്റി നിർത്താൻ ഭരണത്തിൽ നിന്ന്. അവര് പാർട്ടി കുറച്ച് വലുതാകട്ടെ, വളർത്തിട്ട്. പാർട്ടി ഇപ്പൊ തകർന്നിരിക്കുകയാണ്, ക്ഷയിച്ചിരിക്കുകയാണ്. അതിന്റെ ഗുണമെന്ന് പറയുന്നത് പിന്നെ
BJP-ക്കാരൻ പല CPM-കാരും പിന്നെ ഇതിലോട്ട് പോകുന്നുണ്ട്, BJP-യിലും സംഘപരിവാറുകാരുമായിട്ട്. അങ്ങനെ ഉണ്ടാകരുതെന്നാണ് എന്നെ പോലുള്ള മതേതര വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം, അവസാനം വരെ നിലനിൽക്കണം. അത് ചിലർ പറയും മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയാണ്. ഒന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ല ആൾക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒതുക്കി പിന്നെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒതുക്കലും കെട്ടലും AKG ഒക്കെ എന്ത് അത്ര നല്ല മനുഷ്യന്മാരായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇമ്പിച്ചി ബാവ നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ഈ നമ്മുടെ അച്യുതാനന്ദനും നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ അച്യുതാനന്ദൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് മലപ്പുറത്തുകാർ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ മരണം വരെ മാറ്റി പറഞ്ഞില്ല. അതാണ് നിങ്ങൾ ഇപ്പൊ എടുത്തു നോക്കി, മലപ്പുറത്തുകാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി പഠിച്ച് വലിയ നിലയിൽ എത്തുന്നുണ്ട്. അതൊക്കെ അവർ പഠിച്ച് അവരുടെ മാതാപിതാക്കൾ പോയി, മാതാപിതാക്കൾ എന്ന് പറയണ്ട, മാതാക്കളെല്ലാം വീട്ടിലാണ്, പിതാക്കന്മാർ പോയി ഗൾഫ് രാജ്യങ്ങളിലും ബാക്കിയുള്ള രാജ്യങ്ങളിലും പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി മക്കളെല്ലാം വിദ്യാഭ്യാസം ചെയ്യിച്ച് നല്ല നിലയിലാക്കിയതാണ്. അപ്പൊ അതിന് കോപ്പി അടിച്ച് പറഞ്ഞ് അച്യുതാനന്ദൻ ഇന്ന് വരെ പറഞ്ഞ് അതിന് ഇത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ചിട്ടുമുണ്ട്, അദ്ദേഹത്തിന് വേണമെങ്കിലും ഒരു പ്രസ്താവന ഇറക്കാം. അത് അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റ്, ഞാൻ ചെയ്ത തെറ്റാണ്. കാരണം അത് ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മനുഷ്യസ്നേഹിയാണ് അച്യുതാനന്ദൻ. അച്യുതാനന്ദനും EK നായനാരും അങ്ങനെ തന്നെയാണ്. EK നായനാർ, അച്യുതാനന്ദൻ, അപ്പൊ പിന്നെ AKG അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ വേണം. കമ്മ്യൂണിസ്റ്റുകാർ വേണ്ട എന്ന് യാതൊരു കാരണവശാലും പറയാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റുകാർ വേണം. ഈ കേരളം നിലനിൽക്കുന്നിടത്തോളം ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ ഈ കേരളത്തിൽ ഉണ്ടാവണം. സംഘപരിവാറിനെ ഈ പിന്നെ ക്രിസംഗികളെ നമ്മൾ അകറ്റി നിർത്തണം, ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തണം. നമ്മൾ ഒറ്റക്കെട്ടായി ഏതെങ്കിലും സീറ്റുകളിൽ ക്രിസംഗികളോ സംഘപരിവാറുകാരോ ജയിക്കുമെന്ന് കണ്ടാൽ UDF-ഉം LDF-ഉം തമ്മിൽ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സീറ്റ് UDF-ന് വിട്ടുകൊടുക്കുക, ഏതെങ്കിലും ഒരു സീറ്റ് LDF-ന് വിട്ടുകൊടുത്ത് ഈ പിന്നെ വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി, നമ്മുടെ നല്ല കേരളത്തിന് വേണ്ടി എല്ലാവരും കൂട്ടരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.